ഹായ് ഗൈസ്, ഈ അനീഷിനെ എല്ലാരും ചേർന്ന് രാജാവാക്കും. നമ്മൾ മുന്നത്തെ സീസണിൽ ഇതുപോലെ ഒരാള് സെയിം സ്ട്രാറ്റജി, എന്തെങ്കിലും ഒരു സംഭവം പ്രൊവോക്ക് ചെയ്യുക, ആൾക്കാരുടെ ഇടയിൽ പൊരി കയറ്റുക, എന്നിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനത്തെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ, ആൾക്കാർ ആഘോഷിച്ചിട്ടുണ്ട് ആ ഒരു സീസൺ. ആ സംഭവം എന്റർടൈൻമെന്റ് ആയത് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പ്രൊവോക്കിംഗ് കളി കളിച്ചാലും, ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ആൾക്കാരെല്ലാം ഒന്ന് ഇളക്കിയാലും, ആ ഇളക്കുന്നതിന് റിയാക്ട് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. ജാസ്മിൻ ആയാലും നിമിഷ ആയാലും പിന്നെ വൈൽഡ് കാർഡും ആയാലും റിയ സലീം ഒക്കെ ആയിട്ട് എന്താ പറയാ, ആ ഒരു ഗെയിം എന്റർടൈനിങ് ആയിരുന്നു. ഇൻ ടേൺ റോബിന് ഒരുപാട് ആൾക്കാരെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം കൊണ്ട്. പിന്നെ ഒറ്റപ്പെട്ട് സംസാരിക്കുക, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എല്ലാം കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ സീസൺ നമുക്ക് എന്റർടൈനിങ് ആയിരുന്നു. ഇവിടെ അനീഷ് സെയിം സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുക, പിന്നെ പ്രൊവോക്ക് ചെയ്തിട്ട് ഒന്നും തിരിച്ച് സംസാരിക്കുകയും ചെയ്യില്ല, പിന്നെ അങ്ങനെ നടക്കുക. ഇന്നത്തെ ലൈവിൽ പുള്ളിങ്ങനെ നടക്കുമ്പോ ശാരിക, ഷാനവാസ് ഒക്കെ അനീഷിന്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. കളിയാക്കാൻ എല്ലാവർക്കും പറ്റുന്നില്ലോ, പുള്ളിക്കാരെ പ്രൊവോക്ഡ് ആവുന്നില്ല, അല്ലെങ്കിൽ അതിൽ റിയാക്ട് ചെയ്യുന്നില്ല. പുള്ളിക്കാരെ പ്രൊവോക്ഡ് ആക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ ആർക്കും പറ്റുന്നില്ല. അപ്പൊ എന്തായി, അനീഷിനെ ഒരു സ്പേസ് കിട്ടുവാണ്. ഇനി എത്ര ദിവസമാണോ അനീഷുള്ള സെയിം സംഭവം വെച്ച് തന്നെ മുന്നോട്ട് പോവാം. പക്ഷെ അത് ആൾക്കാർക്ക് എന്റർടൈനിങ് ആണുള്ള സ്റ്റേജിൽ നിന്ന് മാറ്റി ഇറിറ്റേഷൻ സ്റ്റേജിലോട്ട് എത്തുന്നതിന് മുന്നേ എനർജറ്റിക് ആവണം. കുറച്ചുകൂടെ നല്ല കണ്ടസ്റ്റൻസ് വേണം, എന്നുവെച്ചാൽ എതിർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടസ്റ്റൻസ് കയറണം. ഷാനവാസിന് ഉറപ്പായിട്ടൊരു ഗെയിം പ്ലാൻ ഉണ്ട്. അനുമോളെ പുറത്താക്കുക, കരയിപ്പിക്കുക, അതുവഴി വീക്ക് കണ്ടസ്റ്റന്റ് ആണെന്ന് കാണിച്ച് പുറത്താക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇന്നലെ ഇറക്കിയത്. പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഡോക്ടർ മരുന്ന് തരുന്നതൊക്കെ പറഞ്ഞ് പറയാത്ത സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കി അനുമോളെ കരയിപ്പിച്ച് ആ ഒരു സ്റ്റൈല്. പിന്നെ അതിന് മുന്നേ ഉള്ള മുന്നത്തെ ദിവസം ജിസിലേനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം കേരള സംസ്കാരത്തിന് യോജിച്ച ഡ്രസ്സല്ല ഇടുന്നതൊക്കെ പറഞ്ഞ്. എന്നാൽ പുള്ളിക്കാരൻ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഫുൾ പാന്റും ഷർട്ടൊക്കെ ഇട്ട് കംപ്ലീറ്റ് കവർ ആയിട്ടൊന്നുമല്ല, നിക്കറൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. നോമിനേഷന് കാരണമായി പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആരും അംഗീകരിക്കൂല. ഒരു കുലപുരുഷ സ്റ്റൈലിൽ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. നമ്മള് അതേ സീസണിലെ സീസൺ 4 ലക്ഷ്മി പ്രിയ എല്ലാം ഓർമ്മ വരുന്നത്. സ്നേഹത്തിന്റെ കാർഡൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ രാത്രിയിൽ ഒരു ഗെയിം ഉണ്ടായിരുന്നു. 4 പേരെ നോമിനേറ്റ് ചെയ്തിട്ട് അവർ രാത്രി പുറത്ത് കിടക്കുക, ഹൗസിനുള്ളിൽ കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ രാത്രി ഉറങ്ങി പോകുകയായിട്ട് ചെയ്ത ഗാർഡൻ ഏരിയയിൽ കൊണ്ട് നിർത്തി അവർ എണീറ്റില്ലെങ്കിൽ ബിഗ് ബോസിന് സ്പോട്ടിൽ എവിക്ട് ചെയ്യാന്നുള്ളൊരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു. 8 വോട്ടോടുകൂടി ഷാനവാസ്, 8 വോട്ടോടുകൂടി ഏറ്റവും ഹയസ്റ്റ് വോട്ട് കിട്ടിയ ആളാണ് നോമിനേറ്റഡ് ആയിട്ട്. അപ്പൊ തന്നെ പുള്ളിക്കാരന്റെ ഒരു ഗെയിം കളിച്ച് സംഭവമാക്കാന്നുള്ള ഒരു പരിപാടി ഒന്ന് പുറകോട്ട് വലിഞ്ഞിട്ടുണ്ട്. 4 പേരോട് പറയുന്നുണ്ടായിരുന്നു, നമ്മളൊരു സ്നേഹത്തിൽ നിൽക്കും, നിങ്ങൾ ഒറ്റക്കൊടുക്കുവോ, നിങ്ങൾ ആരെങ്കിലും ഇതിൽ ഒറ്റക്കൊടുക്കുവോ എന്നൊക്കെ പറഞ്ഞ്. എന്നുവെച്ചാൽ രാത്രി ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഉറങ്ങാതിരിക്കാൻ പറ്റൂല. അപ്പൊ ആൾക്കാരൊക്കെ സ്നേഹത്തിന്റെ കാർഡൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ലൈവിൽ അപ്പാരി ശരത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേ നമ്മൾ ഒരു തിയേറ്റർ നേരം കണ്ടപ്പം ഞാൻ ഓടി വന്ന് നിങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ ഭാര്യ എന്റെ സീരിയൽ കണ്ടിട്ട് ഫാനായിട്ട് മടങ്ങിപ്പോയാൽ നിങ്ങൾ തിരിച്ചു വന്ന് എന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയില്ലെന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പാനി ഷാനവാസൻ നോമിനേറ്റഡ് ആക്കിയതിലുള്ള വിഷമമൊക്കെ അറിയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സ്നേഹത്തിന്റെ പേരിൽ ആരും നോമിനേറ്റ് ചെയ്യരുത്, പുറത്താവോ എന്നുള്ള പേടിയുണ്ടായിരിക്കും. എന്തായാലും ഒന്ന് പിറകോട്ട് വന്നിട്ടുണ്ട് ഷാനവാസ്. രേണുസുതിക്ക് ഓൾറെഡി ഒരു തുപ്പിയ കേസ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ ഫേക്ക് തലവേദന പറഞ്ഞ അഭിലാഷും അപ്പാനും ചേർന്ന് ഇന്നലെ അത് പൊക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ലാലേട്ട വരുമ്പോൾ അതൊരു വലിയ ഡിസ്കഷൻ ആവാനുള്ള സാധ്യതകളുണ്ട്. ഫേക്ക് ആയിട്ട് കാണിച്ച് ഒന്നിലും പങ്കെടുക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണല്ലോ പുള്ളിക്കാരി ഇപ്പൊ ഇരിക്കുന്നത്. രേണുവിന് ഒരു ഗ്യാങ്ങിലും കാണുന്നില്ല. വല്ലപ്പോഴും ആൾക്കാരെ കണ്ട് അവരെ കൂടെ ഒന്ന് ഇരിക്കുക, ബടിയിൽ കിടക്കുക എന്നുള്ളത് പറഞ്ഞ് അത്രേ ഉള്ളൂ. ബാക്കി ഒരു ഗ്യാങ്ങിന്റെ പാർട്ടല്ല. ഒറ്റക്ക് റൂമിൽ പോയിരിക്കുക, ഒറ്റക്ക് സംസാരിക്കുക. ഇന്ന് തന്നെ പുള്ളിക്കാരിന് സെപ്റ്റിക് ടാങ്ക് എന്നിൽ ഇരട്ട പേരിട്ടു എന്ന് പറഞ്ഞിട്ട് അതിൽ വിഷമമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ പേര് തമാശയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പേരിലാണെങ്കിലും അങ്ങനൊന്നും ആർക്കും പേരിടാൻ പാടില്ല. അപ്പൊ പുള്ളിക്കാരിക്ക് ഒരു ചാൻസ് കിട്ടിയല്ലോ. പുള്ളിക്കാരിക്ക് ഒരു ഗെയിമിലോട്ട് കയറാൻ സ്വന്തമായിട്ട് സംഭവം ഇറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആൾക്കാരാണ് പുള്ളിക്കാരിയെ പ്രൊവോക്ക് ചെയ്യോ അല്ലെങ്കിൽ മോശമായിട്ട് പറയോ ഒന്നും ചെയ്യുന്നുമില്ല. സേഫ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയ ശേഷം പറയുന്നുണ്ടായിരുന്നു, എന്നെ മനസ്സിലാക്കുന്ന എന്റെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊന്നും ആരും വിളിക്കാൻ പാടില്ല, നിങ്ങൾ കേൾക്കുന്നില്ലേ ഇതെന്നൊക്കെ പറഞ്ഞ് ഒറ്റക്ക് സംസാരിക്കുന്നത്. മുന്നേ ഞാൻ റോബിന് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് പുള്ളിക്കാരി അത് പുറത്ത് എടുത്തെടുത്ത് വരുന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് പുറത്തത്തെ ഹാളിൽ എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോ അനീഷിന്റെ നടത്തത്തെ നാഗവല്ലിയെ നടത്തുന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനുള്ള ശ്രമം, അതായത് ഒരു ഗെയിമിലോട്ട് ഓണായി എല്ലാരും വിമർശിക്കാനുള്ള ഒരു ശ്രമങ്ങൾ തുടങ്ങുന്നുണ്ട്. ശാരിക ബെഡ്റൂമിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ഒരു ഫാമിലി ലൈഫ്, മാരിറ്റൽ ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി ഡൈവേഴ്സ്ഡ് ആണ്. ഹസ്ബൻഡ് ഒട്ടും ഫിസിക്കലി ഒന്നും പുള്ളിക്കാരനൊന്നും ഉപദ്രവമൊന്നും ചെയ്യില്ല, പക്ഷെ മെന്റലി ടോർച്ചർ ചെയ്യും അത്ര നന്നായിട്ട്.
ഏതൊരു ആൺകുട്ടികളുടെ അമ്മയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. എങ്ങനെ ഭാര്യയെ കൺസിഡർ ചെയ്യണം, എങ്ങനെ ഭാര്യയെ കാണണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ അമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നല്ല പുള്ളിക്കാരി പറയുന്നുണ്ട്. കറക്റ്റാണ്. പുള്ളിക്കാരി ഹോട്ട് സീറ്റിലിരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന പല കാര്യങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും ആ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഫിസിക്കൽ അസോൾട്ട് ആണ് വളരെ ക്ലിയർ ആണ്. അയാളെന്ന് തല്ലി അല്ലെങ്കിൽ ഉപദ്രവിച്ചു, അപ്പൊ ഇറങ്ങി പോകുക എന്നുള്ളൊരു തീരുമാനം വളരെ ക്യുക്കായിരിക്കും. പക്ഷെ ഒരു മെന്റൽ ടോർച്ചർ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഭയങ്കര ഭീകരമാണ്. നമുക്ക് മെന്റലി നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനും, നമുക്ക് സ്നേഹമുണ്ട് സ്നേഹമില്ല, നമ്മളോട് സ്നേഹമുണ്ട് എന്ന് അവർക്ക് ഫേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു അടിയല്ലേ പോട്ടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഈ ഒരു മെന്റൽ ടോർച്ചറിലുണ്ട് കേട്ടോ. നമ്മൾ ആ ലൂപ്പിലായി പോകും. അപ്പൊ അത് പുള്ളിക്കാരി പറഞ്ഞ കറക്റ്റ് ആണ്. ആ സ്റ്റോറി എല്ലാം റിവീൽ ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് കൂടിയാണ് പുള്ളിക്കാരി അതിനെ കാണുന്നത്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. ആ ഒരു കാര്യം കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് എത്തണം. അനുഭവം ഉള്ളവർക്ക് കത്തും സംഭവം എന്നാണ്. അപ്പൊ ഈ രാത്രിത്തെ ഈ ടാസ്ക് വർക്കൗട്ട് ആവുക, ആരെങ്കിലും എലിമിനേറ്റ് ചെയ്യുക, ആരെങ്കിലും ഒറ്റിക്കൊടുക്കുക, എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുക, അല്ല അവർ പുതിയൊരു ഇൻട്രസ്റ്റിന് എൻട്രി ആവശ്യമല്ലേ? എല്ലാവർക്കും അനീഷിനോട് നല്ല എതിർപ്പുണ്ട്. അവിടെ ഇവിടെ കോർണറിൽ പോയിട്ട് എതിരെ സംസാരിക്കുക, അല്ലെങ്കിൽ എതിരെ ആളെ കൂട്ടുന്നൊക്കെ ഉണ്ട്. അപ്പൊ അനീഷ് ടോപ്പിക് ആവും ചെയ്യും. നമുക്ക് കണ്ടന്റിൽ കൂടുതൽ അനീഷിന്റെ പേര് വരും. അല്ലാതെ ആരും പോയിട്ട് പുള്ളിക്കാരനെതിരെ ഒരു ആക്ഷൻ എടുത്ത് പുള്ളിക്കാരെ പ്രൊവോക്ക് ചെയ്യുന്നില്ല. അങ്ങനെ പുള്ളിക്കാരനൊന്ന് എരികയറ്റാൻ ആർക്കെങ്കിലും ഈ ഒരു സീസണിൽ പറ്റുക, അനീഷിന്റെ ഈ സ്ട്രാറ്റജി ഗെയിം പ്ലാൻ വർക്കൗട്ട് ആവുക, ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറുക. ഫൈനലി തുടക്കത്തിൽ എല്ലാവർക്കും ദേഷ്യം തന്നെ ഉണ്ടാവുക, കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടമെന്ന് അവസാനം വിജയിപ്പിക്കുക. രേണു സുധി മുന്നോട്ട് വന്ന് കളിക്കുക. ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട ഒരാള് നല്ലൊരു സ്ട്രാറ്റജി അല്ലാതെ പുള്ളിക്കാരി മുന്നോട്ട് വന്ന് കളിക്കുക. ഷാരി കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് കളിക്കുക. ഷാനവാസ്, അങ്ങനെ ആരൊക്കെയാണ് ഈ ഒരു സീസണിൽ നിങ്ങൾക്ക് പ്രതീക്ഷ തോന്നുന്ന ആൾക്കാർ? ആരും കണ്ടോ? എന്റർടൈൻ ചെയ്തൊന്ന് ഓൺ ആക്കി വെക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾ വിലയേറെ അഭിപ്രായം? താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.